ഇപ്പോൾ ത്രെഡ്സ് ആപ്പിൽ നിങ്ങൾ പൊതുവെ ഓൺലൈനിൽ വരുമ്പോൾ ബാക്കിയുള്ളവർ അത് അറിയുന്നതായിരിക്കും, ഓൺലൈൻ സ്റ്റാറ്റസ് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഓൺലൈൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ത്രെഡ്സിൽ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സിലുള്ള ഓൺലൈൻ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ത്രെഡ്സ് ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ നിങ്ങൾക്ക് പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ 2 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഫാൾട്ടായിട്ട് അത് എനിവൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓൺലൈനിൽ വന്നാൽ എല്ലാവർക്കും അറിയാൻ കഴിയുന്നതായിരിക്കും. ഇനി അതല്ല, ഫോളോവേഴ്സിന് മാത്രം ആ ഒരു ഓൺലൈൻ സ്റ്റാറ്റസ് കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ തന്നെ ഫോളോവേഴ്സിൽ നിങ്ങൾ ഫോളോ ബാക്ക് ചെയ്യുന്നവർ മാത്രം ആ ഒരു ഓൺലൈൻ സ്റ്റാറ്റസ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ആരും ആ ഒരു ഓൺലൈൻ സ്റ്റാറ്റസ് കാണണ്ട എന്നുണ്ടെങ്കിൽ നോ വൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആർക്കും നിങ്ങൾ ഓൺലൈനിൽ വന്നത് അറിയാൻ കഴിയില്ല. അതിനുശേഷം ബാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു സെറ്റിങ്സ് ചേഞ്ച് ആയത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ത്രെഡ്സിൽ ഓൺലൈൻ സ്റ്റാറ്റസ് ആരൊക്കെ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.